ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കാര്യത്തിൽ കിളിക്കൊണ്ട് വിശേഷം നോക്കിയാലോ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ നികേഷും ഹരീഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഹരീഷാണെങ്കിൽ അവൻ്റെ വണ്ടിയുടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നികേഷ് ബുള്ളറ്റ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ബുള്ളറ്റ് എന്തായാലും മേടിച്ചിരിക്കും, നല്ല അടിപൊളി ബുള്ളറ്റ് മേടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഹരീഷേൻ്റെ അടുത്ത് ഇത്രയും കാശുണ്ടോ ബുള്ളറ്റ് മേടിക്കാനൊക്കെ? അപ്പോൾ നീ ഒരു ആഗ്രഹം പറഞ്ഞത് എങ്ങനെയാണ് സാധിക്കാതിരിക്കുക? അപ്പോൾ നിൻ്റെ കോളേജൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് നല്ലൊരു അടിപൊളി ബുള്ളറ്റ് മേടിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹരീഷിൻ്റെ ഷോപ്പിലേക്ക് ഒരാൾ ബൈക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അയാളുടെ ബൈക്ക് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏട്ടൻ സുഭാഷിൻ്റെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു. കല്യാണം ഒരുവിധം എത്തിയിരുന്നു, എന്നിട്ട് പെട്ടെന്ന് എന്തോ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹരീഷിന് എന്തോ പോലെയാവും കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, എന്നിട്ടല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടുകാരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഹരീഷിന് എന്തോ പോലെയാവും കേട്ടോ. നമ്മളെ വീട്ടിൽ നടക്കുന്ന സ്വകാര്യ കാര്യങ്ങൾ പോലും നാട്ടിൽ വലിയ പാട്ടായിട്ടാണ് നടക്കുന്നത്. എന്തായാലും സംസാരത്തിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ ഹരീഷ് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് 100 രൂപ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ കൂടുള്ള വർക്ക്ഷോപ്പിലെ ആളോട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് 100 രൂപ ഇത് നന്നാക്കിയനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സംസാരം കൂടി കൂട്ടിയിട്ട് 250 വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയാം കേട്ടോ. എന്തായാലും ഹരീഷിന് അങ്ങനൊരു ടോക്ക് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ വീട്ടിലെ കാര്യം ഇങ്ങനെ ഇത്രയും ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കുമ്പോൾ നികേഷിനും അതേപോലെ ആവും കേട്ടോ. നികേഷ് പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹരീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അപ്പം നീ ഹരീഷേട്ടൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ദിവസവും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്, ഹരീഷേട്ടൻ ആയതുകൊണ്ടാണ് ആൾക്കാർ അടിക്കാത്തതെന്ന് പറയുമ്പോൾ നികേഷിന് എന്തോ പോലെ തോന്നിട്ടോ. കാരണം ഏട്ടൻ ഈ കടയിൽ നിന്ന് ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ കേട്ടിട്ടാണ് ഏട്ടൻ ഈ കടയിൽ വർക്ക് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ ഹരീഷിനോട് എന്തോ ഒരു സങ്കടം തോന്നുകയാണ് നികേഷിന്. പക്ഷെ അത് തുറന്ന് പറയാൻ ഹരീഷ് മടിക്കുന്നുണ്ട്. കാരണം നികേഷ് ചെറിയ അനിയനല്ല, എന്തിനാ അവനെയും കൂടി വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് അവനോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളെ നീതു അങ്ങോട്ട് കടന്നു വരുന്നത്. നീതു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വരവ്. അവൾ ഒരു നുറുക്കൊക്കെ ചവച്ചുകൊണ്ടാണ് വരുന്നത്. അത് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഹരീഷിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, സന്തോഷത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഏട്ടത്തി വന്നുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ കല്യാണമൊക്കെ പെട്ടെന്ന് റെഡിയാവും. ഇനി സുഭാഷ് ഏട്ടൻ്റെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഒരു കുഴപ്പമുണ്ടാവില്ല. ആ വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്ത വീടെന്നല്ലേ പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണല്ലോ എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ലാഞ്ഞത്. അപ്പോൾ ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഏട്ടത്തി നിൽക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ സുഭാഷേൻ്റെ കല്യാണം ശരിയാവാൻ വേണ്ടി പോകില്ലേ എന്നൊക്കെയാണ് നീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹരീഷിൻ്റെ മൈൻഡിൽ ഫുള്ള് അയാൾ പറഞ്ഞ കാര്യവും പിന്നെ അതുപോലെ തന്നെ സുഭാഷ് ഏട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, സുഭാഷ് ഏട്ടൻ്റെ സന്തോഷം കല്യാണം കഴിക്കലോ ഒന്നുമല്ല, ഇവിടുന്ന് മാറി താമസിക്കലുമല്ല, പക്ഷേ സുഭാഷ് ഏട്ടന് അനിയന്മാർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നതും അത് അവർ സന്തോഷത്തോടു കൂടി കഴിക്കുന്നതും അവരുടെ സന്തോഷിക്കുകയാണ് സുഭാഷ് ഏട്ടൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ ആലോചിക്കുകയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരാളെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കില്ല എന്നല്ല പറഞ്ഞത്, വേറെ താമസിക്കണം എന്നുള്ള കണ്ടീഷനുള്ള ആളെ ഒരിക്കലും സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പറയുന്നത് പോലെ ഹരീഷ് പറയുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്, അപ്പോൾ നിനക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, എന്ത് കുഴപ്പം, എനിക്കെന്ത് കുഴപ്പം, നീ വേണമെങ്കിൽ എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഹരീഷാണെങ്കിൽ എടുത്ത വഴിക്ക് പറയണം, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിലാകെ നീതുവിന് എന്തോ പോലെ കേട്ടോ. കാരണം ഇവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ടോക്ക് ഒരിക്കലും നീതു പ്രതീക്ഷിച്ചില്ല. അപ്പം നീ ഇത് തമാശയ്ക്ക് പറയുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണം, എൻ്റെ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കുമോ? എൻ്റെ സുഭാഷ് ഏട്ടൻ പാവാണ്, ഞങ്ങളെ വീടിനും വീട്ടുകാരെയും കുറിച്ച് ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ സുഭാഷ് ഏട്ടൻ പോലെ ഒരു ചെക്കനെ എവിടെ നോക്കിയാലും കിട്ടില്ല, അത്രയ്ക്കും പാവാണ് എൻ്റെ സുഭാഷ് ഏട്ടൻ എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ മറ്റു ആൾക്കാരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഹരീഷ് ഇങ്ങനെ പറയുമ്പോൾ ഹരീഷ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാര്യം പറയുന്നത്. പക്ഷേ എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് പറയുന്ന പോലെ ഫീൽ ആയിരുന്നു കേട്ടോ. അവന് സുഭാഷ് ഏട്ടൻ പറഞ്ഞ കാര്യം വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കിയതാണ്. ഈ നീതുവിന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, സുഭാഷ് ഏട്ടനാണെങ്കിൽ ആഗ്രഹിക്കുന്നത് ആ വീട്ടിൽ തന്നെ നിന്ന് പോരുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതും കൂടി കണക്ട് ചെയ്തിട്ടാണ് അവൻ ഈ കാര്യം പറയുന്നത്. അതിൽ നീതു പറയുന്നുണ്ട്, മതി നിർത്തിക്കേക്ക് നിൻ്റെ സംസാരം, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടനെ കെട്ടണ പോലും ഞാൻ എൻ്റെ അച്ഛനെ വരെ ധിക്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിന്നെ കാണുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ എനിക്ക് എന്തുമാത്രം തല്ല് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്നിട്ട് എന്നോടാണ് നീ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണം കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീതു കരയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഹരീഷ് ഇങ്ങനെ സംസാരിക്കുന്നു അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതോടുകൂടി നീതു അവിടുന്ന് എനിക്ക് മതി നിർത്തി,
ഒന്നും ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീതു ഇവിടുന്ന് ഇറങ്ങി പോവുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഹരീഷ് അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹരീഷിനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് ചെയ്തത്? ആ കുട്ടി പറഞ്ഞതുപോലെ നിനക്ക് അവളെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, നീ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സുഭാഷ് എന്നെ കല്യാണം കഴിക്കാനൊക്കെ നിനക്ക് പറയാൻ എന്ത് അവകാശമുള്ളത്? ആ പെൺകുട്ടി നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് ഭയങ്കര തെറ്റായിപ്പോയി. നിന്നെ ആ പെൺകുട്ടി സ്നേഹിച്ചതായിപ്പോയി ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റ്. അതിന് മാത്രം ആ പെൺകുട്ടി എന്ത് പാപമാണ് ആവോ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെ ഹരീഷിനെ കൂടുതലായിട്ട് തളർത്തുന്നുണ്ട് കേട്ടോ. ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത്? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടല്ലേ ഉള്ളൂ, എൻ്റെ സുഭാഷിനെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ടല്ലേ ഉള്ളൂ, അതിൽ കൂടുതൽ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹരീഷിന് നന്നായിട്ട് അറിയാം ഹരീഷിനെ നീതു സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ എന്നിട്ടും ഹരീഷ് എന്തിനാ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. ഒരു പക്ഷേ സുഭാഷ് ഏട്ടന് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം സുഭാഷ് ഏട്ടൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണല്ലോ, ആ വീട്ടിൽ നിന്ന് പോരുന്ന പെൺകുട്ടിയെ മാത്രമേ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കൂ. അപ്പോൾ നീതുവിൻ്റെ കേസിലാണെങ്കിൽ നീതു അത് തുറന്നു പറഞ്ഞു, ആ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് നീതുവിന് ഒരു കുഴപ്പമില്ലാന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതായിരിക്കും, അല്ലാതെ ഹരീഷിന് നീതുവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തിനാണ് ഹരീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളത്. എന്തായാലും ഹരീഷും നീതു നല്ലൊരു പെയറായിരുന്നു. എന്തായാലും ഏട്ടന് വേണ്ടിയിട്ടായിരിക്കും ഹരീഷ് ഇങ്ങനെ ചെയ്തത്. ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ അവരെന്തായാലും പരസ്പരം സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും, അല്ലാതെ നീതുവിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നീതുവിന് എന്തായാലും ഹരീഷിനെ ഭയങ്കരമായിട്ട് മതിമറന്ന സ്നേഹമുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി എന്തായാലും സുഭാഷ് ചേട്ടനെ തിരഞ്ഞെടുക്കില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഇതിൻ്റെ പേരിൽ ഇനി നീതു ഹരീഷിനെ വേണ്ടെന്ന് വെക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.